Hello guys, it's me, Catchy Camera. പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബിസ്ക്കറ്റ് ഫോട്ടോഗ്രാഫിയാണ്. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഫോട്ടോസ് ഇതൊക്കെയാണ്. സോ നമ്മൾ വോയിസിൻ്റെ ഇടയിൽ ഒരു ചെറിയ നോയ്സൊക്കെ ഉണ്ടാവും, കാരണം ഇവിടെ ഭയങ്കര മഴയാണ്. നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണം. സോ ഇന്ന് എടുക്കാൻ പോകുന്ന ഫോട്ടോസ് ഇതൊക്കെയാണ്. Duh. സോ ഗൈസ്, ഈ ഫസ്റ്റ് ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കപ്പ്, പിന്നെ നമ്മുടെ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ്, പിന്നെ ഇത്തിരി പഞ്ചസാരയാണ്. പഞ്ചസാര എന്തിനാണെന്ന് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. അത് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് ഇതുപോലെ ഒരു ബ്ലാക്ക് തുണിയിൽ വെച്ചിട്ട് നല്ലോണം അത് ഫോക്കസ് ചെയ്തിട്ട് എക്സ്പോഷർ കുറച്ചിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഫോട്ടോ ഇതാണ്. സോ നമ്മളെടുത്ത ഫോട്ടോ നേരെ സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്യുക. സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആ പെൻസിലിൻ്റെ ടൂൾമ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ട്രാൻസാക്ഷൻ എല്ലാം കുറച്ചിട്ടിട്ട് അതിലോ മുക്കിലും കൊണ്ട് തട്ടി ബ്ലർ സ്ട്രെങ്ത് നല്ലോണം കൂട്ടിയിടുക. എന്നാലാണ് നമ്മൾ ആ പഞ്ചസാരക്ക് ബൊക്കെയിട്ട് വരില്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അത് ചെയ്തിട്ട് പിന്നെ വ്യൂ എഡിറ്റ്സിൽ പോവുക, അത് ലെൻസ് ബ്ലർ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 100 ആക്കിയിട്ടിട്ട് ലെൻസ് ബ്ലർ 100 ആക്കിയിട്ടിട്ട് നമ്മൾ പഞ്ചസാരയുടെ മുകളിൽ മാത്രം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്യുക. Purchase your tracks today. ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇമേജ് നമുക്കൊന്ന് ട്യൂൺ ചെയ്തെടുക്കണം. അതിനായിട്ട് ട്യൂൺ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ പെൻസിലിൻ്റെ ടൂൾ മേലെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ ഇമേജ് ഒന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കുക. ബ്രൈറ്റ്നസ് ഒക്കെ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യുക, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, അതുപോലെ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. സോ അവസാനം എല്ലാം എഡിറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഫോട്ടോ ഇതുപോലെ കിട്ടും. സോ നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ ബ്ലാക്ക് തുണിയിൽ ആ ഒരു ചായ വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ പാർലേജി ബിസ്ക്കറ്റ് ഇതൊക്കെ വെക്കുക. പിന്നെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതുമ്പോൾ ഒരു പാർലേജിയുടെ ബിസ്ക്കറ്റ് ഹാഫായിട്ട് പൊട്ടിച്ചിട്ട് അത് ഒരെണ്ണം ഡബിൾ ടേപ്പ് വെച്ചിട്ട് അവിടെ ഒട്ടിച്ച് വയ്ക്കുക. പിന്നെ ഒരെണ്ണം ഇതുപോലെ വെക്കുകയോ അതെങ്കിൽ അവിടെ ഒട്ടിച്ച് വയ്ക്കുകയോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുക. ഫോട്ടോ നേരെ നമ്മുടെ സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹീലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ അവിടെ തെറ്റിയെടുത്തു, സോറി. ഹീലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ സ്റ്റിക്കിൽ ആ ഇരുമ്പിൻ്റെ സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് ഹീൽ ചെയ്ത് കളയുക. Purchase your tracks today. അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അവിടെ ടൂൾസിൽ തന്നെ ബ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോഷർ സെലക്ട് ചെയ്യുക. എക്സ്പോഷർ -7 ആക്കിയിടുക. എന്നിട്ട് അതിൻ്റെ ചുറ്റും ആ ബ്ലാക്ക് ക്ലോത്തുമേ നല്ലോണം ഒന്ന് ബ്ലാക്ക് കൂട്ടി കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പോഷർ -7 ഇട്ടത്.
Purchase your tracks today. Purchase your tracks today. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഓ ഗായ്സ്, ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ പൊന്തി വരും, അതൊന്ന് ടപ്പ് ചെയ്ത് ഇടിച്ച് പൊട്ടിച്ച് ഓളിലിട്ട് വയ്ക്കുക. സോ ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.